ഹായ് എവരിവൺ, എക്സൽ ട്യൂട്ടോറിയൽ വീഡിയോകളുടെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടെ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഡാറ്റ എൻട്രിയാണ്. സാധാരണ ഓഫീസിലോ സ്കൂളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ടീമിന്റെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടീം നമ്പർ 1 മുതൽ ടീം നമ്പർ 8 വരെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടീമിന്റെ അഡ്രസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ച സമയത്ത് ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം, ടീമിന്റെ പേരുകൾ എഴുതി വന്നിരിക്കുന്നത് എല്ലാം ലോവർ കേസ് ലെറ്റേഴ്സിലാണ്. ടീമിന്റെ അഡ്രസ് എഴുതിയിരിക്കുന്നത് ലോവർ കേസും അപ്പർ കേസും മിക്സ് ചെയ്താണ്. നമ്മൾ ഇങ്ങനെയല്ല സാധാരണ എഴുതാറുള്ളത്. ആദ്യത്തെ ക്യാരക്ടർ അപ്പർ കേസ് ആയിരിക്കും. ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 2-3 ഫങ്ഷൻസ് ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പർ എന്നുള്ള ഫംഗ്ഷൻ, ലോവർ എന്ന പേരായ ഫംഗ്ഷൻ, പ്രോപ്പർ എന്ന പേരായ ഫംഗ്ഷൻ. ഈ 3 ഫംഗ്ഷൻസിന്റെ സഹായത്തോടു കൂടെ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന പേരുകൾ ഒന്ന് കറക്റ്റ് ചെയ്യാം. ആദ്യം ടീം നമ്പർ 1 എന്നുള്ളത് അപ്പർ കേസിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണ്. അപ്പർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഏതിനെയാണോ അപ്പർ കേസിലേക്ക് മാറ്റേണ്ടത് അല്ലെങ്കിൽ ബിഗ് ലെറ്റേഴ്സിലേക്ക് മാറ്റേണ്ടത് ആ കോളം സെലക്ട് ചെയ്യുക. ഞാനിവിടെ 3-ാം നമ്പർ റോയിലെ ബി കോളം സെലക്ട് ചെയ്യുകയാണ്, B3. അപ്പോൾ ടീം നമ്പർ 1 എന്നുള്ള വാല്യൂ അപ്പർ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കേസ് ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അപ്പർ കേസിലേക്ക് മാറിയിരിക്കും നമുക്ക് കാണാം. ഇതേ ഫംഗ്ഷൻ ഇനി നമുക്ക് ബാക്കിയുള്ള കോളങ്ങൾക്കും ബാധകമാക്കാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചത് അപ്പർ എന്ന് പേരായ ഫംഗ്ഷനാണ്. അപ്പർ എന്ന് ടൈപ്പ് ചെയ്തു, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഏത് റോയിലെ ഏത് കോളത്തിനാണോ അപ്പർ എന്നുള്ള ഫംഗ്ഷൻ ബാധകമാക്കേണ്ടത് ആ കോളത്തിന്റെ പേരും റോ നമ്പരും ടൈപ്പ് ചെയ്തു. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആ കോളത്തിലുള്ള വാല്യൂ ബിഗ് ലെറ്റേഴ്സിലേക്ക് അപ്പർ കേസിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ബാക്കിയുള്ള കോളങ്ങൾക്കും നമുക്കിത് ഡ്രാഗ് ചെയ്ത് ഈ ഫംഗ്ഷനെ ബാധകമാക്കാം. ഇനി ലോവർ കേസിലേക്ക് ചേഞ്ച് ചെയ്യണം. ഈ അഡ്രസ്സുകൾ ടൈപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ ലോവർ കേസിലേക്ക് ചേഞ്ച് ചെയ്യണമെന്ന് കരുതുക. ഞാൻ ഈ അഡ്രസ് ഓഫ് ടീം 1 എന്നുള്ളത് ആദ്യം ലോവർ കേസിലേക്ക് മാറ്റുകയാണ്. അതിനുവേണ്ടി ലോവർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഫംഗ്ഷന്റെ പേരാണ് ലോവർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം 3-ാം നമ്പർ റോയിലെ സി എന്നുള്ള കോളം, അതിനകത്തുള്ള വാല്യൂ ആണ് അഡ്രസ് ഓഫ് ടീം 1, അത് സെലക്ട് ചെയ്തു. ഇനിയും എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇപ്പോൾ അഡ്രസ് ഓഫ് ടീം 1 എന്നുള്ളത് ലോവർ കേസിലേക്ക് കൺവേർട്ടായി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി പ്രോപ്പർ കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ടീം എന്നുള്ളതിന്റെ ടി ക്യാപിറ്റൽ ലെറ്റർ ആണ്, നമ്പർ എന്നുള്ളതിന്റെ N ക്യാപിറ്റൽ ലെറ്റർ ആണ്. അങ്ങനെ ഒരു സെന്റൻസിലെ ഓരോ വേർഡിന്റെയും ആദ്യത്തെ ലെറ്റർ അപ്പർ കേസിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് പ്രോപ്പർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു കൊടുത്ത് പ്രോപ്പർ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഏത് ടെക്സ്റ്റ് ആണോ നമുക്ക് പ്രോപ്പർ കേസിലേക്ക് മാറ്റേണ്ടത്, അതായത് ഓരോ വേർഡിന്റെയും ആദ്യത്തെ ലെറ്റർ അപ്പർ കേസിലേക്ക് മാറ്റേണ്ടത്, ആ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ടീം നമ്പർ 2 അതിലെ TN ഇത് അപ്പർ കേസിലേക്ക് മാറിയിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ബാക്കി കോളങ്ങൾക്കും ഈ ഫംഗ്ഷൻ ബാധകമാക്കാം. ഓക്കെ, ഇപ്പോൾ അപ്പർ, ലോവർ, പ്രോപ്പർ എന്നീ 3 ഫംഗ്ഷൻസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ബാക്കി ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതുവരെയും റിലീസ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. ഓക്കെ.